വെൽക്കം ടു ഫുഡ് ടാഗ്. പുളിശ്ശേരികളിൽ ഏറ്റവും സ്വാദുള്ള പുളിശ്ശേരിയാണ് മാമ്പഴ പുളിശ്ശേരി. എരിവും പുളിയും മധുരവും എല്ലാം കൂടെ കലർന്നൊരു സ്വാദാണ് ഇതിന് അല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കണ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളതാണ്. മാമ്പഴക്കാലത്ത് വിഷു വരുന്നത് കൊണ്ട് തന്നെ മാമ്പഴ പുളിശ്ശേരിയും സദ്യയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാമ്പഴ പുളിശ്ശേരിക്ക് പ്രധാനമായിട്ട് വേണ്ടത് നാട്ടുമാങ്ങയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് മൂവാണ്ടനാണ്. മധുരവും അതേസമയം പുളിയും വേണം മാങ്ങയ്ക്ക്, എന്നാലാണ് ഇതിൻ്റെ യഥാർത്ഥ സ്വാദ് കിട്ടുള്ളൂ. ഇപ്പോൾ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 3 മാങ്ങ വെച്ചിട്ടാണ് ഇന്ന് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ശർക്കര, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ എല്ലാം കൂടെ കലർന്ന് വരുമ്പോൾ നല്ല സ്വാദാണ്. മാങ്ങ വെന്ത് വരണ സമയം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ തേങ്ങയുടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങ റെഡി ആയിട്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിലെ പൾപ്പൊക്കെ ഈ ഗ്രേവിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മാങ്ങ വേവണ സമയം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കുക എന്തെങ്കിലും ചെയ്താൽ പിന്നെ നന്നായിരിക്കില്ലല്ലോ. അപ്പോൾ ഞാനതാ നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് വെള്ളവും മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടെ ചേർക്കുകയാണ്. നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ, നല്ല കട്ടിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. ഗ്രേവി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ല ചോദിച്ചാൽ ഇല്ല. ആ ഒരു രീതിക്കുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് എനിക്കിഷ്ടം കേട്ടോ. ഉപ്പ് നോക്കിയ സമയത്ത് പോരാത്തത് കൊണ്ട് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളച്ച് മറിയാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ട് തിള വരണ സമയത്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് താളിച്ചിടണം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ചീഞ്ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ചേർക്കണേ. നെയ്യ് തന്നെ ഇടണം കേട്ടോ, എണ്ണ ചേർക്കാൻ പാടുമോ ചോദിച്ചാൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ഉലുവ, 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. 2-3 കപ്പലമുളക് പൊട്ടിച്ചിടാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിളാണ് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും പുളിശ്ശേരി ഉണ്ടാക്കണവരായിരിക്കും, എന്നാലും ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. നിങ്ങൾക്കും ഇത് ഇഷ്ടമാവും. എപ്പോഴും അധികം ചാറൊന്നും ഇല്ലാതെ ഇതുപോലെ കുറുകിയ ചാറോടെ വേണം പുളിശ്ശേരി കഴിക്കാനായിട്ട് കേട്ടോ. നല്ല ചൂട് ചോറും പുളിശ്ശേരിയും 2 പപ്പടം ഉണ്ടെങ്കിൽ കുശാലായിട്ടോ ഉണ്ണാനായിട്ട്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്